നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആ ഒരു ഐറ്റം അല്ലേ, അതിനി കറിയൊന്നും വേണ്ടെന്നേ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല. എന്തൊരു ടേസ്റ്റ് അല്ലേ. ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും, ഈശ്വര ഇതെങ്ങനെ തയ്യാറാക്കും, ഇത്രയും ബുദ്ധിമുട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഇത് നമ്മൾ എന്നും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ എന്നും ഉണ്ടാക്കുന്ന ആ ഒരു വിഭവത്തിനെ കുറച്ചൊന്ന് വ്യത്യസ്തമാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ആള് വേറെ 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 ലെവലായി എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇതെന്താണെന്നറിയോ? ഇതെന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ഇത്രയും കണ്ടപ്പോൾ കൊതിയാവുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഇനി ഞാൻ എന്താണെന്ന് പറയാം. അതിനായിട്ട് സ്റ്റീൽ ഗ്ലാസ്സാണ് എടുക്കേണ്ടത്. ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടത് സ്റ്റീൽ ഗ്ലാസ്സാണ്. സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് കുറച്ച് എണ്ണ, എന്തെങ്കിലും ഒരു എണ്ണ, നിങ്ങൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് മതി, വെളിച്ചെണ്ണയാണെങ്കിൽ അത് മതി, നല്ലെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നെയ്യാണെങ്കിൽ പിന്നെ ഗംഭീര ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നെയ്യാണെങ്കിൽ അതും മതി, ഇഷ്ടമുള്ളത് ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സുകളിലെല്ലാം ആദ്യം ഈ എണ്ണ കറക്റ്റായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ളതാണ് ആകെപ്പാടുള്ളൊരു പണി. ബാക്കിയുള്ളതൊന്നും പണിയല്ല. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ് ഇനി ചെയ്യണമെന്ന് അറിയാം. നമ്മുടെ ഇഡ്ഡലി മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിയും ഉഴുന്നും ഉലുവയും ചേർത്ത് ഇന്നലെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു നല്ല കിടിലൻ കലക്കാച്ചി ആ ഒരു നമ്മുടെ ഇഡ്ഡലി മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി മാവിനൊരു 3/4 ഭാഗം ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ഡലി മാവ് എങ്ങനെ ഒഴിച്ചാലും അത് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അത് കാരണം ആവിയിൽ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ തട്ടിലോട്ട് ഇതുപോലെ ഒന്ന് ബാലൻസ് ചെയ്ത് വെച്ച് കൊടുക്കണേ. അപ്പോൾ 4 ഗ്ലാസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ്സേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ സാധാരണ വേവിക്കുന്നതിന് ഒരു 5 മിനിറ്റ് കൂടുതൽ, അത്രയും മതി. ഇനി നമുക്ക് ഇത് വേകുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടി എടുത്തതും, പിന്നെ കുറച്ച് കൂടുതൽ ഇഞ്ചിയും കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുക. എങ്ങനെ ചതയ്ക്കണം? ഇങ്ങനെ ചതയ്ക്കണം. ഓക്കെ, ഇത്രയും ചതഞ്ഞാൽ മതി കേട്ടോ. എന്താണെന്നറിയോ? ഇതിൻ്റെ കൂടെ വേറെ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ചതയും. വേറെ ചേർക്കുന്നത് എന്താണ്? സവാള കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ആണെങ്കിൽ അത്രയും നല്ലത്. സവാള കയ്യിലുള്ളെങ്കിൽ സവാള, എൻ്റെ കയ്യിൽ ഇപ്പോൾ സവാള ഉണ്ടായിരുന്നുള്ളൂ. സവാള ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് പെരിഞ്ചീരകം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. എങ്ങനെയുണ്ട്? അരയ്ക്കല്ല, ചതച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. ഈ ഒരു പാകത്തിൽ തന്നെ കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ആ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി വേണ്ടത് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇഡ്ഡലി നിറയെ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആളിതാ ഇങ്ങനെ ഒന്ന് വിളിച്ചാൽ മതി, ഇങ്ങനെ ഇറങ്ങി വരും. അത്രയേ ഉള്ളൂ, പുഷ്പം പോലെ ഇറങ്ങി വരും. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതിന് മുമ്പ് നമുക്കൊരു മര്യാദ വേണമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ആ ഒരു കത്തി കൊണ്ട് ആ സൈഡൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പതിയെ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞാൽ മതി, പുള്ളി ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം കണ്ടില്ലേ, ഒന്ന് കമഴ്ത്തിയാൽ തന്നെ മതി, അതിങ്ങനെ ഇളകി വരും. നല്ല കറക്റ്റായിട്ട് ഇഡ്ഡലി വെന്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 15 മിനിറ്റാണ് ഞാനിത് വേഗം വെച്ചിട്ടുള്ളത്. സാധാരണ 10 മിനിറ്റ് മതി ഇഡ്ഡലി വേഗം. നമുക്കിതൊരു 15 മിനിറ്റ് വേഗം വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. വരുന്നുണ്ടോ? ഇത്രയും സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ ഇഡ്ഡലി എങ്ങനെയായി വരും എന്നുള്ളതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഇതൊക്കെ ചേർത്തിട്ട് തന്നെയാണ് ഈ ഒരു പഞ്ഞി പോലത്തെ ഇഡ്ഡലി റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് മേലെ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്തതിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇഡ്ഡലി ഇത്രയും കട്ട് ചെയ്ത് അങ്ങനെ വെക്കുക. ഇപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. ഇനി ചെയ്യേണ്ടത് കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് അതൊന്ന് പൊട്ടണം. നല്ലപോലെ പൊട്ടിത്തെറിച്ച് ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലോട്ട് ഇനി ബാക്കി ചേരുവകൾക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് എന്താണ്? നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് എല്ലാം ഫുള്ളായിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് തീ കുറച്ച് വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്യേണ്ട. കുറച്ചുകൂടി എണ്ണ ഒഴിക്കുക കേട്ടോ. ഇത്ര എണ്ണയല്ല, കുറച്ചുകൂടി എണ്ണ ഒഴിക്കണേ. അതിലോട്ട് നമുക്ക് എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയും കുറച്ച് വേണമെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ മസാല മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാനിപ്പോൾ എണ്ണയല്ല ചേർക്കുന്നത്, ബട്ടറാണ്, വെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെണ്ണയും കൂടെ ചേർക്കുമ്പോൾ ഭയങ്കര മണവും ടേസ്റ്റാണ്. ഇതിൽ ചേർത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മണം എന്തായിരിക്കും എന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചതച്ചത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്തിട്ടില്ല, കുറച്ചായിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 ഇതിലാക്കി എടുക്കുന്ന പാകത്തിനുള്ളത് വേണം ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്തൊരു എളുപ്പമെന്ന് നോക്കിയേ. ഇതെല്ലാം കൂടെ മിക്സിയിലിടുക, ചതയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുക് ചേർക്കുക, ഇതിനെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വിഭവത്തിനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് കറി കൊണ്ടുപോകാനായിട്ട് സെപ്പറേറ്റ് പ്ലേറ്റിൻ്റെ ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ ഇഡ്ഡലി ഒന്നിൽ വയ്ക്കും, കറി വേറൊന്നിൽ വയ്ക്കും, അങ്ങനെയൊക്കെയല്ലേ. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പക്ഷേ ഈ ഒരു സംഭവമാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇത് ഏത് സമയത്തും കഴിക്കാൻ സൂപ്പറാണ്. രണ്ടാമത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ആ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ
ആ വരുന്നൊരു മണം ഉണ്ടല്ലോ, വല്ലാത്തൊരു മണമാണ്. എല്ലാവരും വന്ന് ചോദിക്കും ഇത് എന്ത് സാധനം എന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഉള്ളിലൊക്കെ അതിന് തയ്യാറാക്കാൻ മനസ്സിലാവും, കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആവാൻ തുടങ്ങി. തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് എടുക്കുക. ഇതിനകത്തുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുരുമുളകും കറിവേപ്പിലയും പെരിഞ്ചീരകവും സവാളയും ഒക്കെ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയി വരണം. നല്ല പോലെ ഫ്രൈ ആവണം, കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൽ എരിവുണ്ട്, കുരുമുളകിൻ്റെ ഫ്ലേവറുണ്ട്, പെരിഞ്ചീരകത്തിൻ്റെ മണം ഉണ്ടല്ലോ, ഈ പരിസരം മുഴുവൻ മണമാണ്. അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉള്ളി ഒന്ന് വഴണ്ട് വരുന്നതിൻ്റെ ആ ഒരു മണം. ഇതൊക്കെ പോരാതെ കറിവേപ്പില ഇട്ടത് കാരണം ഗംഭീര മണം. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പാകത്തിനായി കഴിയുമ്പോൾ നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലി ഇല്ലേ, ആ ഇഡ്ഡലി എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചുമ്മാ വെച്ചാൽ പോരാ, ഇവൻ എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ഉരുട്ടുക. ഒന്നിങ്ങനെ ഉരുട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഈ മസാലയും അതിൻ്റെ എണ്ണയും അതിൻ്റെ ബാക്കി ചേരുവകളും ഒക്കെ ഈ ഇഡ്ഡലി അറിയാലോ, ഇഡ്ഡലിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ട് ഇഡ്ഡലിയിൽ ഇതൊക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് കയറും. അതായത് ഈ എണ്ണയിൽ കൂടെ തന്നെ ഈ മസാലയ്ക്ക് ഇത് കുറച്ചൊക്കെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറും. പൂർണ്ണമായിട്ടും ഉണ്ടാവില്ല, എന്നാലും കുറേയൊക്കെ. അപ്പോൾ ആ നടുവിലുള്ള ഭാഗത്ത് അധികം, നടുവിൽ മീൻസ് ഇതിൽ ഈ ഒരു മസാല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ മസാലയുടെ ഏറെക്കുറെ എണ്ണയും കുറേ ഇതൊക്കെ കുറച്ച് ഭാഗങ്ങളിലോട്ട് എത്തും. പക്ഷേ നടുവിൽ നമ്മുടെ ആ ഒരു സോഫ്റ്റ് ഒരു ആ ഇഡ്ഡലിയുടെ ടേസ്റ്റിലുള്ള ആ ഒരു പോർഷനും കിട്ടും. ബാക്കി ഭാഗം മുഴുവൻ ഈ മസാലയും എന്തൊരു ടേസ്റ്റ് എന്നറിയോ, ഒന്നും രണ്ടും ഒന്നും അല്ല, എത്ര കിട്ടിയാലും കഴിക്കാം എന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതുപോലൊരു ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമില്ല, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇഡ്ഡലി ഉണ്ടാക്കാനും എന്തൊരു എളുപ്പമാണ്, ഗ്ലാസ്സിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി കുറച്ച് സമയം ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം എടുക്കുക. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴേ തയ്യാറാക്കുന്നത് ഇതിങ്ങനെ ആക്കിയിട്ട് ബോക്സിൽ വെറുതെ വെച്ചിട്ട് കൊണ്ടുപോകാൻ മതി. ഓരോരുത്തർക്കും ഓരോന്നും കൊടുത്ത് ഒരു ചായയും മതി, വയറ് നിറയാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് അല്ല കുറച്ചുകൂടെ ഒക്കെ ഒരു രസകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ നടുവിലത്തെ ഭാഗത്ത് എന്താ കണ്ടത് നല്ല വൈറ്റും ബാക്കി കുറേ ഭാഗത്ത് ഒരു മസാലയുടെ ടേസ്റ്റ്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടം. ഒരുപാട് മസാലയും തോന്നില്ല, ഒരുപാട് എരിവും തോന്നില്ല. ആ ഇടയ്ക്ക് ഇഡ്ഡലിയുടെ പഞ്ഞി പോലത്തെ ആ ഒരു പോർഷനും കിട്ടും. മൊത്തത്തിൽ ഇതുണ്ടല്ലോ നമ്മളങ്ങോട്ട് കൊതിപ്പിച്ച് ഒരു വഴിയാക്കും. അത് ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടേസ്റ്റാണ്. ഇതിപ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ എന്ത് സാധനത്തിലുണ്ടാക്കിയാലും ഇത്രയും ടേസ്റ്റ് വരുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പുട്ടിലായാൽ പോലും ചിലപ്പോൾ പൊടിഞ്ഞു പോയെന്നുള്ള പ്രശ്നമൊക്കെ വരും. പക്ഷേ ഇതാവുമ്പോൾ അതിൽ ആ കറക്റ്റായിട്ടുണ്ട്. നമ്മളെന്തോ ഇങ്ങനൊരു ഒരു ടേസ്റ്റ് പ്രതീക്ഷിച്ചിരുന്ന പോലെ കിട്ടുന്നൊരു ടേസ്റ്റ് പോലെ തോന്നും കേട്ടോ. ഒരു വല്ലാത്ത ഫീൽ. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെ പറയേണ്ട ഒരു റെസിപ്പിയാണ്. വളരെ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അതിൽ ആ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ വെളുത്തുള്ളി ഈ തോലോട് കൂടി ഇടുന്നത് കൊണ്ട് തന്നെ ആ വെളുത്തുള്ളിയുടെ തോലോട് കൂടി ഫ്രൈ ആവുകയാണ്. അപ്പോൾ പലപ്പോഴും പല റെസിപ്പീസിലും ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ടാവും, ഈ തോലോട് കൂടി നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുക്കുമ്പോൾ ഈ വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുക്കുന്ന കറികളാണെങ്കിൽ അതിന് കുറച്ചുകൂടി ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് അതിൻ്റെ ആ ഒരു അതിൻ്റെ തോല് തന്നെ ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അതിങ്ങനെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും കൂടെ ചേർന്നാലും പിന്നെ കുരുമുളകും കൂടെ ചേർന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത്രയും ടേസ്റ്റിയാണ്. വളരെ രുചികരവും നല്ല ഹെൽത്തിയുമാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു ഇഡ്ഡലിക്ക് ഇതുപോലൊരു മേക്ക് ഓവർ എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ രാവിലെ കറിയൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ കുറച്ച് ചതച്ച് നമുക്കൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇതുപോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന നമ്മുടെ ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് കുറച്ച് ബാക്കി വന്നാലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രസകരമായിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുകയും ചെയ്യും. ആരും ഇത് ബാക്കി വെക്കില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മസാല ഇങ്ങനെ തൊട്ട് നക്കാൻ നല്ല രസമായിട്ടോ. അത് ബാക്കി വരുന്ന മസാല ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സവാളയൊക്കെ നന്നായിട്ട് ഇതിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും പിന്നെ കറിവേപ്പിലയുടെ ആ ഒരു മണവും കുരുമുളക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഉള്ളിലോട്ട് നമ്മൾ കഴിക്കുന്തോറും ആ തൊണ്ടയിൽ ശരിക്കും അറിയാൻ പറ്റും കുരുമുളകിൻ്റെ ആ ഒരു എരിവും. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ മുളക് പൊടി ചേർത്തത് മെയിനായിട്ട് കളർ കിട്ടാനും ചെറിയൊരു എരിവ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ടുള്ള ഈ ഒരു ഗംഭീര റെസിപ്പി ട്രൈ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നഷ്ടം തന്നെയാണ്. ആ ഒരു നഷ്ടം എന്തിന് നമ്മൾ സഹിക്കണം? നമുക്ക് ഒരു ഗ്ലാസ് എടുക്കുക, ഇഡ്ഡലി മാവ് ഒഴിക്കുക, റെഡിയാക്കുക, കഴിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി വേകുന്ന സമയം കൊണ്ട് ഇത് ചതച്ചെടുക്കുകയും ചെയ്യാം. ഇത് ചതയ്ക്കാനായിട്ട് പ്രത്യേകിച്ചൊരു സമയം വേണ്ട, അല്ലെങ്കിൽ കുറേ ചേരുവകൾ കട്ട് ചെയ്ത് ചേർക്കാനൊന്നുമില്ല, കുറേ വഴറ്റിയെടുക്കാനില്ല, ഒന്നുമില്ല. അപ്പോൾ അത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ഇനിയും ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ളൊരു ഇഡ്ഡലി മസാലയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ മസാല ഇഡ്ഡലി എന്ന് പറയാം, നമുക്ക് ഇഷ്ടമുള്ള പേരിടാം കേട്ടോ. അപ്പോൾ ആ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് വ്യത്യാസം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, മസാല ഇഡ്ഡലി.